ഒരു കഥ പറയട്ടെ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരിക്കൽ എല്ലാ വിദൂഷകരെയും വിളിച്ചുകൂട്ടി അദ്ദേഹം പറഞ്ഞു, ഈ ചുമരിൽ ഒരു മെസ്സേജ് എഴുതണം. ദുഃഖമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും അത് വായിച്ചാൽ നമുക്ക് ആശ്വാസവും പ്രതീക്ഷയും ലഭിക്കണം. അങ്ങനെ ഒരു മെസ്സേജ് പലരും പറഞ്ഞു നോക്കിയെങ്കിലും രാജാവിന് ഈ മെസ്സേജുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം രാജാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ബീർബൽ വരികയാണ്. ബീർബൽ ഇങ്ങനെയാണ് മെസ്സേജ് പറഞ്ഞത്: ഇതും കടന്നു പോകും. ആ ചുമരിൽ ഇതും കടന്നു പോകും എന്നെഴുതാനായിട്ട് രാജാവ് ആവശ്യപ്പെട്ടു. സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും ഇതും കടന്നു പോകും എന്നുള്ള ചിന്ത അല്പം കൂടി പ്രത്യാശയോടെ ജീവിക്കാനായിട്ട് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടാകണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ചുറ്റുവട്ടങ്ങളിലുമുള്ളവരാണ്. എപ്പോഴും സന്തോഷം നമുക്ക് അനുഭവപ്പെടണമെന്നില്ല. അതുപോലെ എപ്പോഴും സ്ഥായിയായ ദുഃഖവും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. മാറിമറിഞ്ഞു വരുന്ന ദുഃഖ സുഖ സമ്മിശ്രണങ്ങളിൽ നമ്മുടെ ജീവിതം തളർന്നു പോകാതിരിക്കാനായിട്ട് ഈ ഉപദേശം, ഈ മെസ്സേജ് നമ്മളെയും സഹായിക്കട്ടെ. ഇതും കടന്നു പോകും. ഒത്തിരി ദുഃഖിക്കുന്നവരാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതം ഈ ദുഃഖം മാത്രമല്ല, എന്നേക്കുമുള്ള ഒരു സന്തോഷം കൂടി അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരി സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നവരാണെങ്കിൽ അവരും തിരിച്ചറിയണം, ഭൗമികമായ ഈ സന്തോഷങ്ങളും അവസാനിക്കാനുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അവസാനിക്കുക? അത് നമ്മൾ ക്രിസ്തുവിനോട് കൂടി ചേർക്കപ്പെടുമ്പോഴാണ്. ഈ ലോകത്തിലെ ദുഃഖങ്ങളും സന്തോഷങ്ങളുമെല്ലാം അവസാനിച്ച് കർത്താവിൻ്റെ മടിയിലേക്ക് തിരികെ എത്തുന്ന ആ ദിവസത്തെ പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാത്ത തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.